ചില പ്രോബ്ലംസ് ഒപ്റ്റിമൽ വേയിൽ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണ് 2 പോയിന്റർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് പോയിന്റേഴ്സ് ഉണ്ടാവും, ഐ ആൻഡ് ജെ. ഞാൻ അതിനെ ഐയും ജെയും വെച്ചാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. സോ അത് പ്രോബ്ലം അനുസരിച്ച് ഐയും ജെയും ഒരേ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്നിട്ട് കണ്ടീഷൻസ് അനുസരിച്ച് ഐ ഫോർവേഡിലോട്ട് മൂവ് ചെയ്യും, ജെ ഈ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ ആ ഒരു പ്രോബ്ലത്തിന്റെ കണ്ടീഷൻ എന്താണോ അത് മീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവും. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ് പാലിൻഡ്രോമിക് സീരീസ്. അതായത് ഒരു സ്ട്രിംഗ് തന്നിട്ട് അത് പാലിൻഡ്രോം ആണ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എപ്പോൾ ഒരു സ്ട്രിംഗ് പാലിൻഡ്രോം ആവാം, അതിന് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ വായിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഡയറക്ഷനിലോട്ട് നോക്കിയാലും സെയിം ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ എ ബി എ. ഓക്കെ, സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വായിക്കുമ്പോൾ എ ബി ആണ്. സോ ഇതെന്താണ്, ഒരു പാലിൻഡ്രോമിക് സീരീസ് ആണ്. സോ അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് 2 പോയിന്റർ വെച്ച് സോൾവ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ വേറെ സ്ട്രിംഗ് എടുത്തു, എ ബി സി ഡി സി ബി എ. ഓക്കെ, സോ ഇതിനെ ഞാൻ 2 പോയിന്റർ വെച്ച് പാലിൻഡ്രോം ആണോ അല്ല എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ 2 പോയിന്റേഴ്സ് എടുക്കും. ഐ ഇവിടെ സ്റ്റാർട്ടിംഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ജെ എന്ന് പറയുന്നത് ആ സ്ട്രിംഗിന്റെ എൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. സോ ഞാൻ ഓരോ ഐറ്ററേഷനിലും ഐന്റെയും ജെയുടെയും വാല്യൂ ഈക്വൽ ആണോ നോക്കും. സോ ഈ ഐന്റെയും ജെയുടെയും വാല്യൂ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഞാൻ ഐനെ ഫോർവേഡിലോട്ട് മൂവ് ചെയ്യും, ജെനെ നെക്സ്റ്റ് അതിന്റെ ബാക്കിലോട്ട് മൂവ് ചെയ്യും. ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് എന്താണ് ഐയിലുള്ളത് എ ആണ്, ജെയിലുള്ളതും എ ആണ്. സോ ഈക്വൽ ആണ്. ഇത് ഞാൻ എന്ത് ചെയ്യും, ഐനെ നെക്സ്റ്റ് പോയിന്റിലോട്ട് മൂവ് ചെയ്യും. സോ ഐ എന്ന് പറയുന്നത് ബിയിലെത്തി, ജെനെ ഇങ്ങോട്ട് മൂവ് ചെയ്തു, ബിയിലെത്തി. ഇവിടെ നോക്കുവാണെങ്കിൽ ബി ഈക്വൽ ടു ബി ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഐ എവിടെയാണ്, നെക്സ്റ്റ് ഇവിടെയാണ്. സോ സി ഈക്വൽ ടു സി. ഇങ്ങനെ ഈ ഐയും ജെയും മീറ്റ് ചെയ്യുന്നത് വരെ, ആ ഒരു സെയിം പോയിന്റിലോട്ട് എത്തുന്നവരെ ഞാൻ ഈ ഒരു ഐറ്ററേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എപ്പോഴാണോ ഇത് മീറ്റ് ചെയ്തത് അപ്പൊ ഞാൻ എന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. സോ അങ്ങനെ അവർ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സ്ട്രിംഗിന് പാലിൻഡ്രോം എന്ന് പറയും. അതല്ല ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഐയുടെ വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു ജെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രിംഗിന് പാലിൻഡ്രോം അല്ല എന്നും എനിക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു അപ്രോച്ചിന് നമുക്ക് O ഓഫ് n കോംപ്ലക്സിറ്റി വരുന്നുള്ളൂ. മറിച്ച് നിങ്ങൾ നോർമൽ ഒരു ബ്രൂട്ട് ഫോഴ്സ് രീതിയിൽ ഇതിനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ O ഓഫ് n സ്ക്വയർ ആയിരിക്കും അതിന്റെ കോംപ്ലക്സിറ്റി വരിക. സോ നമ്മൾ 2 പോയിന്റർ വെച്ചിട്ട് O ഓഫ് n സ്ക്വയർ ഉള്ള ഒരു അൽഗോരിതം നമ്മൾ O ഓഫ് n ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തു. ഓക്കെ, കംപ്ലീറ്റ് DSN പ്രോബ്ലം സോൾവിംഗ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.